ഇൻട്രോ കൊടുക്കണ്? ഒന്ന് ഇൻട്രോ കൊടുത്തേ. സലമോൻ പറഞ്ഞേ. സലമോനും ഐഷിയും പറയും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞേ. എടാ ഇൻട്രോ പറയും. അവിടെ നിന്നിട്ട് പറയും. എങ്ങനെയാണ്? അവിടെ നിക്ക് ഈ പറയും. എവിടെ മോൾട്ടി എവിടെ? ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയും. പറഞ്ഞോ. അടിപൊളി. ഇന്നിപ്പോ എന്താണ് ഇവിടെ നിന്ന് പറയും. ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ എന്താണ് പരിപാടി? അറബിക് നൈറ്റ്. ആരുടെ കല്യാണോ? ഓർക്ക പറയ്. മാമാടെ. അപ്പൊ ഇന്നെന്താണ്? അതിന്റെ ആഘോഷങ്ങളാണ്. ഇപ്പൊ വൈകുന്നേരത്തെ എത്ര മണിയായി? ഒരു 6 മണി 7 മണിയൊക്കെ ആവാറായി അല്ലേ? മാമ എന്തോ കൊടുന്നിരുന്നല്ലോ. ഇപ്പൊ എന്താ കൊടുന്ന്? എന്താടി മാമ കൊടുന്ന്? അതാ അറബിക് നൈറ്റിനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഒന്ന് കാണിച്ചേ മുർഷിയെ ഇങ്ങോട്ട് വെച്ചേ. മിശിരി മോൾ ഇതാ. ഇത് അറബിക് നൈറ്റിനുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. പുറത്തതാ പന്തലൊക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് അത് മണ്ഡപത്തിലാണ് കേട്ടോ. കല്യാണമൊക്കെ മണ്ഡപത്തിലാണ്. ഇത് ജസ്റ്റ് നമ്മളെ വീട്ടിലിങ്ങനെ എല്ലാവർക്കും കൂടി ഒന്ന് ഇരുന്നിട്ട് ഒക്കെ. അവിടെ ആൾക്കാരൊക്കെ ഇപ്പം അവരോട് സംസാരിക്കുന്നുണ്ട്. ഐശു അത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇനി കിച്ചണത്തെ വിശേഷം നോക്കാം. നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം നെയ്ച്ചോറ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും കുറച്ച് കറി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ആ സാധനങ്ങളിലൊക്കെ പണിയുള്ളതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് അരച്ചിട്ടും പിടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താ? ഇവിടെ ഇപ്പം ഒന്ന് പരിപാടി ഇല്ല. ഒന്നൊക്കെ പുറത്ത് അടുപ്പത്താ. ഒന്ന് മാറുന്നേ നോക്കട്ടെ. പുറത്തടുപ്പത്ത് അവിടെ നെയ്ച്ചോറൊക്കെ വെക്കുന്നുണ്ട്. അവിടെ നെയ്ച്ചോറ് പരിപാടി. ദമ്മ തലയിൽ കൊടുത്തിട്ട് ഇതാ ഇവിടെ അറബിക് നൈറ്റിന്റെ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതൊന്ന് രാത്രിക്കൊക്കെ അമ്മയ്യേ ഇതന്ന് രാത്രിക്കുള്ളതാ. അമ്മക്ക് കറക്റ്റാ. ഞങ്ങളെ തല വലുതാ. നമ്മൾ ആദ്യമായിട്ടല്ലേ കൊച്ചുമോളെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ്? നമുക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു ആഗ്രഹത്തിന് അല്ലേ? ആ കിളിന്നല്ലേ? ഞങ്ങളെ മൂബിക്കുട്ടിയും കൂടി വരാണ്ട്. മൂബിയുടെ ഹസ്ബൻഡ് ഫോട്ടോ എടുക്കേ. ഫോട്ടോ എടുക്കല്ലോ ഒരുമിച്ചൊക്കെ. ഉച്ചക്ക് അതിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പാവം ഭയങ്കര ഓട്ടത്തിലായിരുന്നു ആളിപ്പോ ഒന്ന് വീട്ടിലേക്ക് വന്നത്. ഫോൺ വിളിക്കുക. ആരുമില്ല, വീഡിയോ എടുക്കുക. അടുത്ത കലാപരിപാടി ഇതാ ഇപ്പം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം മൈക്കൊക്കെ പിടിച്ച് ഞാൻ വ്ളോഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ മുന്നേ. ഇന്ന് അറബിക് നൈറ്റിൻ്റെ എന്താണ് വ്ളോഗാണ്. ഇപ്പം പാട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൈക്കടെ ബോക്സൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എടാ ഐശോണ്ട് പോണെന്ന് നോക്കണം കേട്ടാ. സലമോനെ ഐശു ഒതുങ്ങി അവിടെ മൈക്കേല് അങ്ങോട്ട് കുട്ടി പോണത് നോക്കണം പറഞ്ഞതാ. അങ്ങനെ ഇപ്പോൾ ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പാട്ട് ഇതിലിടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരും. അത് കാരണമാണ്. ഇൻസ്റ്റയിൽ പാട്ടുകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് മുന്നേ ചോറും കൂട്ടാനും സെറ്റാക്കി വെച്ചിട്ട് വേണം അല്ലേ അപ്പ കലാപരിപാടികൾ തുടങ്ങാൻ. ഇങ്ങോട്ടും തിരിയൂ. ഇന്നലെ പറഞ്ഞോളൂ വരുമ്പോൾ റാഷിയ തന്നെ റാഷിദാത്ത ഇതാ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് പറയാ നാളെ പറയാന്ന് പറഞ്ഞേ. അത് വ്ളോഗ് ഈ ഫിൽറ്റർ ഇടാൻ പറഞ്ഞ ആളെ പ്രത്യേകം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഫിൽറ്ററിന്റെ ആൾക്കാർ ഞാൻ ഫിൽറ്റർ ഇടില്ല. നോർമൽ ക്യാമറയിൽ കാണുന്ന ഭംഗി മതി. ഫോട്ടോ ഇല്ലട്ട ഇങ്ങനൊക്കെ നിക്കാൻ. ഒന്ന് ഇളകിക്കോന്നൊക്കെ അമ്മായി ചോദിക്കണ. അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ റിസിയാത്ത, ഞങ്ങളെ മൂത്ത അമ്മായി. എല്ലാരും പിടിക്കട്ടെ.
ഇതാരത്? ഇതാര് കുട്ടിയാ? എന്റെ കുട്ടി. എല്ലാവരും ഇതാ റഷ്താത്താക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പേടിക്കണ്ട, നിങ്ങൾ വ്ളോഗിൽ വരും. അല്ലാ പടച്ചോനെ, എന്തേലും കാണുന്നുണ്ടോന്നൊക്കെ. ഒന്നും കാണില്ല. ഏയ് അതില്ല, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇടുള്ളൂ. നിങ്ങളെ കാണിക്കട്ടെ. ഇത് അറബിക് നൈറ്റിന് ഇവിടെ എല്ലാവരും മാറ്റി സെറ്റായിട്ട് നടക്കണം. അവരൊക്കെ ഒന്ന് പിന്നാലെ പോട്ടേന്ന്. ആരൊക്കെ മാറ്റിയവരൊക്കെ ഒന്ന് കാണാമായിരുന്നു. കുറെ ആൾക്കാർ ഇതാ മാറ്റിയവരൊക്കെ ഇതാ പോണു. അവിടെയൊക്കെ ഇതാ മാറ്റിയിട്ട് നിൽക്കുന്നുണ്ട് ഓരോരുത്തർ. കുട്ടികളൊക്കെ ഇതാ അറബിക് നൈറ്റിനുള്ളതൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആരൊക്കെ മാറ്റിയവരാരൊക്കെ? ഐശു ഐശു വെച്ചെടുത്ത ഐശുവിന് ഐശുമ്മ ആയി വേണ്ട. ഇതാരായി പോണത്? റുഷിയാണോ? അല്ല, റാഷിയാത്ത. ആ അതാ ജെഫിന് വരുന്നു. നിക്കൂ. അല്ല എന്താ പറയാ, ഏസ്റ്റിക്കോ പൊന്നിയാ നോക്കേ. ഇതാ പോണു കൊറേ ആൾക്കാര്. മോൾട്ടി അവിടെ കുട്ടികളൊക്കെ ഉണ്ടാ? ഇങ്ങനെയുണ്ട് അമ്മായിയെ? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ആ ഇൻഷാല്ലാ വ്ളോഗ് അതിനിട്ടുണ്ട്. വ്ളോഗ് അതാ വരുന്നു കൊച്ചുമോള്. ഇപ്പടക്ക ഒരുങ്ങിണ്ട് ഇല്ലപ്പാ? ഇപ്പൊ ഒരുങ്ങി കൊച്ചുമോള് മൂസത്ത്. എങ്ങനെയുണ്ട്? എന്താ പറയാനുണ്ടോ? നോക്കട്ടെ, ഇങ്ങോട്ട് നിക്ക് നോക്കട്ടെ. ഒക്കെ അറബിക്കാണ്. ഏയ് അതൊന്നും പിടിച്ചിട്ടില്ല. ഉമ്മ പോയിട്ട് പർദ്ദ മാറ്റണ്ട. മുബി അയച്ചിട്ട് അല്ലാ അസ്സലാമു അലൈക്കും. എവിടെ എൻ്റെ മാരൻ? എൻ്റെ മാരൻ എവിടെ? അതെ, ഞങ്ങളൊക്കെ മാറ്റി, നിങ്ങളെ കൂട്ടാതെ മാറ്റി. എന്താ കയ്യിലൊക്കെ എൻ്റെ മാരനെ വിളിക്കും. ഒപ്പം കയറായിരുന്നു. ഞാൻ അവനും കൂടി ഉണ്ട് വെച്ചിട്ടപ്പോ വീഡിയോ ഒക്കെ ഓണാക്കിയത്. എവിടെ അവൻ? വണ്ടിയില? വശോടാ, ഞാൻ അത് നല്ല തിളക്കണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനെ ഇട്ടായിരുന്നു. അങ്ങനെ ഇതാരാന്ന്? മുബിയെ എന്നോട് ഇതാരാന്ന്? അല്ലാവേ ആടി, അനക്ക് മനസ്സിലായില്ലേ? മുബി എന്താ ഇത്ര അത് ഹസ്ബൻഡൊക്കെ വന്നില്ലേ, അതിൻ്റെതായിട്ടുള്ളൊരു ഒരു നാണാണെന്നൊക്കെ. വ്ളോഗിന്റെ നാണ. തലേമൊക്കെ ഉണ്ട്, അനക്കുണ്ട്. നടന്ന തന്നെ മുബിയാണ് ആളെന്നൊക്കെ. അതന്നെ, അത്ര സ്നേഹാണ് മുബിന്. അല്ലാ, പ്രിയതമൻ എവിടെയാ? പോയാ? വിലക്കും നമുക്ക് സെറ്റ് ആയി. നേരിട്ട് കാണാൻ രസത്തിലടി. നോക്കട്ടെ എവിടെ കുട്ടി? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എവിടെ? ഇതാ പോണു കുട്ടി. വ്ളോഗിലേക്ക് നോക്കൂ. ഇതൊക്കെ വ്ളോഗിൽ വരും കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെ. ആ ഓക്കെ. പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം
അത് ശരി. അതാരെ ഫോണപ്പോ? അയ്യോ എടാ ഒരു വൈൻഡപ്പ് കൊടുത്താ. അപ്പൊ വ്ലോഗിന്റെ അവസാനം ഒന്ന് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല അത് കുറച്ച് മുന്നൊക്കെ വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കഴിഞ്ഞിട്ട് പറയാന്നാ? പാട്ടിഞ്ഞ് പാടാണ്ട് ഇനി എത്ര പാട്ട് എടുക്കണമെന്നില്ലേ? പക്ഷെ പാട്ട് എന്താ പ്രശ്നം എന്നറിയോ? ഇതിൽ ഇടാൻ പറ്റില്ലേ, അതാ പ്രശ്നം. അപ്പൊ ഒരു വൈൻഡപ്പ് കൊടുത്ത് എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ.